വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന KSRTC പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും വനിതാ മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്യും. പരിപാടി ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ KS ചേരുന്നുണ്ട്. അപർണ, എന്തായാലും കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായ ദിവസം കൂടിയാണെന്ന്. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള പ്രിയദർശിനി പദ്ധതി KSRTC സൗജന്യ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തയ്യാറാക്കുന്ന ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എപ്പോഴത്തേക്കാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിക്കുക? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണമ, KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കുമുള്ള സൗജന്യ യാത്രയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. തുടർന്ന് വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആദ്യ യാത്ര നടത്തും. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെയാണ് ഇത്തരത്തിൽ ആദ്യ യാത്ര നടക്കുക. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് KSRTCയിലെ PSC വഴി ആദ്യം നിയമിതയായ വനിതാ ഡ്രൈവറായ PV ഷീലയാണ് ഈ ഉദ്ഘാടന ബസ്സിന്റെ ഡ്രൈവറായിട്ട് എത്തുന്നത് എന്നുള്ളതാണ്. കൃത്യം 8:30 തന്നെയായിരിക്കും ഈ പരിപാടികളെല്ലാം തന്നെ ഒരുങ്ങുക. KSRTCയിലെ ഓർഡിനറി ബസ്സുകളിലാണ് ഇത്തരത്തിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പിലാക്കുക. ഈ ബസ്സുകളിലെല്ലാം തന്നെ ഈ സൗജന്യ യാത്ര നടപ്പാക്കുന്ന ബസ്സുകളിലെല്ലാം തന്നെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഈ ബസ്സുകളിലായിരിക്കും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുക. ഇന്ന് കൃത്യം 8:30 മുഖ്യമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 9 മണിയോടുകൂടി തന്നെ ഈ പദ്ധതിയുടെ എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ 3125 ഓർഡിനറി ബസ്സുകളാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ സൗജന്യ യാത്ര നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ എന്ന പോലെ ഈ ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു 5 ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു, 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നായിരുന്നു ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ ഒരുക്കുമെന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഇതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും തന്നെ അവർ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളിലേക്ക് ഇത് ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയൊക്കെ തന്നെ വളരെയേറെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ 8:30 കൃത്യം മുഖ്യമന്ത്രി VD സതീശൻ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. CPIM MLA-മാരും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കും, അല്ലെങ്കിൽ അവർ ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അതുതന്നെയാണ് അവർ ഇപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. എന്നിരുന്നാൽ കൂടി വളരെ വലിയ ഒരു ആഘോഷമായിട്ടാണ് ഈ UDF സർക്കാർ ഈ പദ്ധതിയെ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട്. കൂടാതെ 55 കിലോ വരെയുള്ള ലഗേജുകൾക്കും ഇത്തരത്തിൽ പണം ഈടാക്കുന്നതല്ല എന്നും KSRTC അറിയിച്ചിട്ടുണ്ട്. 70 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ, അതായത് ഈ പദ്ധതിക്ക് വേണ്ടി KSRTCക്ക് സർക്കാർ ആദ്യഘട്ടത്തിൽ ഒരു മാസത്തിന്റെ ആദ്യം ആയിരിക്കും ഈ 70 കോടി രൂപ സർക്കാർ നൽകുന്നത്. KSRTCക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഈ യാത്രയെ KSRTC ബാധിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കൃത്യം 8:30 തന്നെ ഈ പദ്ധതി ആരംഭിക്കും. 0 ടിക്കറ്റ് എന്ന പേരിൽ ഒരു ടിക്കറ്റ് ഈ സ്ത്രീകൾക്ക് നൽകുകയുണ്ടാവും. ഈ മറ്റൊരു കാര്യം പ്രത്യേകമായി സർക്കാർ പറയുന്നത്, സ്ത്രീകൾക്കൊപ്പം സഞ്ചരിക്കുന്ന പുരുഷന്മാർക്ക് ഈ ടിക്കറ്റിന്റെ ആനുകൂല്യം ലഭ്യമാകുന്നതല്ല. കൂടാതെ തന്നെ ഈ 0 ടിക്കറ്റ് സ്ത്രീകൾ എടുത്തിരിക്കണം. കൂടാതെ ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ കണ്ടക്ടറെ അറിയിക്കണമെന്നും KSRTC പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന പദ്ധതി വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും, അല്ലെങ്കിൽ വിജയകരമായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും KSRTC പ്രിയദർശിനി പദ്ധതി ഇന്ന് തുടക്കമാകുകയാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതുകൂടി കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെയും സൗജന്യ യാത്ര പദ്ധതിക്ക് തുടക്കമാകും. അതുപോലെ തന്നെ ഇതിനുശേഷം 0 ടിക്കറ്റ് എടുത്ത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. ചില നിബന്ധനകളും ഒക്കെ ഉണ്ട്. അതൊക്കെ KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്നു മുതൽ വലിയൊരു സന്തോഷകരമായ ദിവസം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ച്. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി VD സതീശനാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.